ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. സോറി, ആക്ച്വലി കുറച്ച് ദിവസം തീരെ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. വീട് ഷിഫ്റ്റിങ്ങിൻ്റെ തിരക്കായിരുന്നു. ഞങ്ങൾ മാറി വീട് ചേഞ്ച് ചെയ്തു. വീക്കെൻഡിൽ ഞങ്ങൾ ഇങ്ങോട്ടെത്തി. സാറ്റർഡേ സൺഡേ ഒക്കെ ആകുമ്പോഴേക്കും ഒരു വിധം സാധനങ്ങളെല്ലാം ഇങ്ങോട്ടെത്തി. അപ്പം ഇന്നലെ വരെ ഒക്കെ ഒന്ന് ഇന്നലെ ഒന്ന് ലാസ്റ്റ് ചെറിയ സെറ്റപ്പൊക്കെ ഒന്ന് മെല്ലെ സ്റ്റാർട്ട് ചെയ്തു. എവിടെ എത്തിയിട്ടില്ല. ആക്ച്വലി ഇപ്പോൾ ഞാൻ റൂം കാണിച്ചു തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലൈക്ക് ബോധം കെടുന്ന് പറഞ്ഞ പോലെയാണ്. അത്ര എല്ലാം ഫുൾ ഞങ്ങൾ കാർഡ്ബോർഡ് ബോക്സസിൽ നിറച്ചിട്ടാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഇവിടെ അങ്ങനെയാണ് ചെയ്യാം. ഓക്കെ, കാർഡ്ബോർഡ് ബോക്സിൽ ഫുൾ നിറച്ച് നമ്മൾ ഒരു ട്രക്കുകാരെ വിളിച്ചിരുന്നു. അവരതിൽ കയറ്റിയിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നു. കുറച്ച് ദൂരമുണ്ട് ഞങ്ങൾ താമസിച്ച അവിടെ നിന്ന് ഇങ്ങോട്ട്. സോ അത് ട്രക്കിലിട്ടിട്ട് കൊണ്ടുവന്നവർ. സോ അങ്ങനെയൊക്കെ ആയിരുന്നു കുറേ ദിവസമായിട്ട്. അതിൻ്റെ പിന്നെ ഞാൻ സത്യം പറഞ്ഞാൽ എനിക്ക് ഒരു ഇപ്പോഴും തല പല ഭാഗത്തേക്കും ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുക. എന്നാലും റീഡിങ് ചെയ്തില്ല എന്നൊരു വല്ലാത്തൊരു വിഷമമുണ്ടായിരുന്നു. സോ എന്തായാലും ചെയ്യാമെന്ന് വിചാരിച്ചു. എൻ്റെ ഇത് വീട് ആക്ച്വലി കുഴപ്പമില്ല, ഇങ്ങനെ സെറ്റായിക്കൊണ്ടിരിക്കുന്നു. സമയമെടുക്കും, അതിന് സമയമെടുക്കും. ഇനിയിപ്പോൾ അത് നോക്കിയിട്ട് കാര്യമില്ല. ആക്ച്വലി എൻ്റെ ഡെക്കൊക്കെ ബോക്സിലുണ്ട്, പക്ഷെ എനിക്ക് അതൊന്നും തുറക്കാനൊന്നും പറ്റിയിട്ടില്ല, ഒന്നും എടുത്ത് വെക്കാൻ പറ്റിയിട്ടില്ല. ഇത് മാത്രമേ ഞാൻ അത്യാവശ്യം 2-3 ഡെക്ക് എൻ്റെ ബാഗ് തെറ്റും കയ്യിൽ പിടിക്കുന്ന ബാഗിൽ ഞാൻ വെച്ചിരുന്നു. അതെപ്പോഴും ചിലത് ഞാൻ എൻ്റെ കയ്യിൽ എപ്പോഴും കൊണ്ട് നടക്കുന്ന പോലെയാണ്. സോ ഇതൊക്കെ മെയിനായിട്ട് എപ്പോഴും എൻ്റെ കയ്യിലുണ്ടാവുന്നതാണ്. സോ ഇത് മാത്രമേ ഉണ്ടായിരുന്നു. സോ ഇതെടുത്തിട്ട് അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന ഗൈഡൻസ് മെസ്സേജ് ഒന്നും ഇതിലില്ല. മീൻസ് ഒറക്കിൾ കാർഡ്സ് ഒന്നും ഞാൻ വെച്ചില്ല, മറന്നുപോയി, ഓർമ്മയുണ്ടായിരുന്നില്ല. എനിവേ ഇത് വെച്ചിട്ട് ഞാനിപ്പോൾ ഇതിൽ തന്നെ ഗൈഡൻസും തരാം നിങ്ങൾക്ക്. ഓക്കെ, നമുക്ക് സാധാരണ കുഴപ്പമില്ല, ഇത് യൂസ് ചെയ്യാം നമുക്ക്. ഇല്ല, ഒരു ഒറക്കിൾ ഡെക്ക് ഏതും സാറില്ല. ഓക്കെ, എന്നാൽ ജസ്റ്റ് ഗൈഡൻസ് എടുക്കുന്നുണ്ട്. ഓക്കെ, ഗൈഡൻസ് പറയാം. ചെറുതായിട്ടൊരു റിലേഷൻഷിപ്പിൻ്റെയും പറയാം, രണ്ടും പറയാം. മെമ്പേഴ്സിന് സോറി, ഞാൻ നാളേക്ക് വേറെ ഒരു കുറച്ചുകൂടി ഒറക്കിൾ കാർഡ്സ് ഒക്കെ എടുത്തിട്ട് ഒന്ന് പറയാൻ ശ്രമിക്കാം. ഇന്നിപ്പോൾ തൽക്കാലം ഇത് ജനറൽ റീഡിങ് മാത്രമായിട്ട്. ഓക്കെ, നിങ്ങളുടെ ഓക്കെ, ഇത് ഐ തിങ്ക് ഇന്നലെ ഫുൾ മൂണായിരുന്നു. എനിക്ക് എന്തായാലും ഞാനിവിടെ നല്ല ഭംഗിയുള്ള ഫുൾ മൂണൊക്കെ കണ്ടിരുന്നു. എൻ്റെ ഫോട്ടോസ് പിന്നെ ഷെയർ ചെയ്യാം. ഓക്കെ, സോ നമുക്ക് ഫുൾ മൂണിൻ്റെ എനർജീസ് ആയിട്ട് നിങ്ങളുടെ ലൈഫിൽ എന്താ വരാൻ പോകുന്നത് നമുക്ക് നോക്കാം. ഈ പൗർണമി നിങ്ങളുടെ ലൈഫിൽ, കാരണം ഇത് വളരെ പവർഫുൾ, എല്ലാ ഫുൾ മൂണും പവർഫുൾ തന്നെയാണ്. ഓക്കെ, ഓരോ ഫുൾ മൂണും ന്യൂ മൂണും അമാവാസിയും പൗർണമിയും വന്നു പോകുമ്പോൾ എനർജറ്റിക്കലി കുറേ മാറ്റങ്ങൾ ഉണ്ടാവും എന്നാണ് പറയുക. ഒരു സൈക്കിളായിട്ട് കണക്കാക്കും നമ്മൾ. മൂണ് നമ്മളുടെ എനർജീസിനെ ബാധിക്കും. ഇതൊക്കെ ഞാൻ ഒരുപാട് തവണ പറഞ്ഞ കാര്യങ്ങളാണ്. പ്ലീസ് എൻ്റെ പ്ലേലിസ്റ്റ് പോയിട്ട് ഫുൾ മൂൺ ന്യൂ മൂൺ വീഡിയോസ് എടുത്ത് കാണുക. നിങ്ങൾ അമാവാസിയുടെയും ഫുൾ പൗർണമിയുടെയും വീഡിയോസ് കുറച്ച് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ഫോൾഡർ പോലെ ഇട്ടിട്ടുണ്ട്. പ്ലേലിസ്റ്റ് എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം. ഓക്കെ, അതിലെടുത്തിട്ട് നിങ്ങൾ ആ വീഡിയോസ് റെമഡീസ് ഒക്കെ പറഞ്ഞിട്ട് അതൊക്കെ ഒന്നെടുത്ത് ചെയ്യാൻ ശ്രമിക്കാം. ഓക്കെ, ഈ ഫുൾ മൂണ് ഈ പൗർണമി നിങ്ങളുടെ ലൈഫിൽ എന്താ കൊണ്ടുവരുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, ഓവറോൾ എനർജീസ്. 4 of Wands ആണ്. നല്ല എനിക്കിവിടെ പറയാൻ ഇത് എൻ്റെ ടേബിൾ തന്നെയാണ്, ഇരിക്കുന്ന എൻ്റെ ചെയർ തന്നെയാണ്. റൂം മാത്രമേ ഒരു വ്യത്യാസമുള്ളൂ. ഇരിക്കുന്ന പൊസിഷൻ അടക്കം ഒരേ ഭാഗത്തേക്ക് നോക്കിയിട്ടൊക്കെ എല്ലാം ഉണ്ട്. പക്ഷെ എന്തോ ശരിയല്ല. ഇനിയും ഐ തിങ്ക് ഇതൊക്കെ കുറച്ച് മാറ്റേണ്ടി വരും. 3 of Pentacles, ആകെ ഒരു സുഖമില്ലാത്തൊരു മട്ട്. ഓക്കെ, Ace of Swords. കാര്യം ചെയ്യാം, കുറച്ച് എന്നെ കൊണ്ട് പറ്റുന്നത്ര. 3 of Swords, Queen of Wands. വാവ്. ഓക്കെ, ഒറക്കിൾ കാർഡ്സ് ഇല്ലാത്തതുകൊണ്ട് ഇതിൽ തന്നെ ഞാൻ ക്ലിയർ. ഓക്കെ, ആദ്യം ഇവിടെ പറയാം. 4 of Wands കാണുന്നുണ്ട്. നിങ്ങൾ ഈ പൗർണമി നിങ്ങൾക്ക് കൊണ്ടുവരുന്ന സ്റ്റെബിലിറ്റിയാണ്. നിങ്ങളുടെ ലൈഫിൽ കുറെ കൂടെ നിങ്ങൾ വളരെ സ്റ്റേബിളായിട്ടൊരു ഫീലിംഗ് നിങ്ങൾക്ക് തോന്നാൻ തുടങ്ങും. അത് നിങ്ങളുടെ എനർജി വൈസ് ആയിരിക്കും. അതായത് നിങ്ങൾ വളരെ ഇമോഷണലൊന്നും ആവാതെ കുറച്ചുകൂടി നിങ്ങളൊരു സ്ട്രോങ് ആയിട്ട് നിങ്ങൾ തന്നെ ഫീൽ ചെയ്യുക. പ്രാക്ടിക്കലായിട്ടായാലും നിങ്ങളൊരു സ്റ്റേബിൾ ഫീൽ ചെയ്യാന്ന് പറയില്ലേ, അതായത് ഇമോഷൻ അപ്പ് ആൻഡ് ഡൗൺ ഒന്നും തോന്നാതെ കുറേ എന്താ പറയുക സങ്കടപ്പെടുക, അല്ലെങ്കിൽ സന്തോഷം വരുമ്പോൾ സന്തോഷം കൂടുതൽ തോന്നുക, സങ്കടം വരുമ്പോൾ ഒരുപാട് സങ്കടപ്പെടുക, അങ്ങനെയൊന്നും ആവാതെ ഓക്കെ ഒരു ബാലൻസിൽ നിങ്ങൾ നിൽക്കുന്നതായിട്ട് എനിക്ക് കാണുന്നുണ്ട്. മാത്രമല്ല ഇതിൽ ആക്ച്വലി കുറച്ച് പേർക്ക് ഇവിടെ വെഡ്ഡിങ്ങിൻ്റെ ഒരു കാര്യമുണ്ട്. സോ എടുത്ത് പറയുന്നു, മേ ബി കുറച്ച് പേർക്ക് ഒരു വെഡ്ഡിങ്, ഇതും ആക്ച്വലി ഒരു അല്പം വെഡ്ഡിങ്ങിൻ്റെ റെപ്രസെൻറ്റേഷൻ ഉണ്ട്. സോ 2 കാർഡ് നിങ്ങൾക്ക് മാരേജ് വരുന്നതിനെ കുറിച്ചായിരിക്കാം. ഇത് നമ്മൾ ഓവറോൾ എനർജിയാണ്. ഇത് അടുത്ത 15 ദിവസത്തെ നമുക്ക് എടുക്കാം. സോ ഈ 15 ദിവസത്തിൽ എന്ന് പറയുന്നില്ല, അതിൻ്റെ ഇടയിൽ നിങ്ങൾക്കൊരു ഓഫർ വരാനുള്ള സാധ്യത, ഓക്കെ ഒരു മാരേജിൻ്റെ പ്രപ്പോസൽ വരാനുള്ള സാധ്യത, സ്റ്റേബിളായിട്ടൊരു റിലേഷൻഷിപ്പ് നിങ്ങളുടെ ലൈഫിലേക്ക് വരാനുള്ള ഒരു സാധ്യത. ഈവൻ ബിസിനസ്സിൽ കരിയറിലൊക്കെ ആണെങ്കിലും നിങ്ങൾ വളരെ നല്ലൊരു തരത്തിൽ മുന്നോട്ട് പോകും. അതായത് അവിടെ നിങ്ങൾക്ക് വലിയ ടെൻഷനൊന്നുമില്ലാതെ, ഫൈനാൻഷ്യൽ വലിയ ടെൻഷനൊന്നുമില്ലാതെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റും. ബിസിനസ് സ്മൂത്തായിട്ട് പോവുക. ഓക്കെ, കരിയറിൽ നിങ്ങൾ നല്ല രീതിക്ക് ബിൽഡ് ചെയ്യുന്ന ഒരു ഇതിൽ കാണുന്നുണ്ട്.
സോ ഇവിടെ എല്ലാം കൊണ്ട് ഓവറോൾ ഒരു ലൈഫിന് നിങ്ങൾക്ക് തോന്നാൻ തുടങ്ങും ഓക്കെ എല്ലാം ഇപ്പോൾ ഓക്കെ ആണ് എന്ന രീതിക്ക് നിങ്ങൾക്ക് തോന്നാൻ തുടങ്ങും. ആൻഡ് ഇവിടെ 3 ഓഫ് പെനിക്കിൾസ് ആണ്. സോ നമ്മളിതും വർക്കിംഗ് ടുഗെദർ എന്ന് പറയാം നമുക്ക്, മറ്റുള്ളവരുമായിട്ട് കൂടിച്ചേർന്ന് ഓക്കെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്ന കാര്യം. സോ ബിസിനസ്സിൻ്റെ ആയിരിക്കാം കുറച്ച് പേർക്ക്, അല്ലെങ്കിൽ ഒരു മാരേജിൻ്റെ, ഞാൻ പറഞ്ഞ പോലെ മാരേജ് സെറമണിയുടെ ഒരു റെപ്രസെൻറ്റേഷൻ ഉണ്ട് ഇവിടെ. സോ അങ്ങനെയാവാം. അല്ലെങ്കിൽ നിങ്ങൾ എന്താ പറയുക, മറ്റുള്ളവരുമായിട്ട് ജോലിയിലായാലും ഫാമിലിയിലൊക്കെ ആയാലും നിങ്ങളെല്ലാവരും കൂടി ഒത്തുചേർന്ന്, ഈവൻ റിലേഷൻഷിപ്പിലായാലും മറ്റേ പേഴ്സണുമായിട്ട്, അല്ലെങ്കിൽ ഹസ്ബൻഡോ വൈഫോ, അല്ലെങ്കിൽ ജസ്റ്റ് റിലേഷൻഷിപ്പ് ആണെങ്കിൽ അവരുമായിട്ട് ഒന്ന് ഒത്തുചേർന്ന് നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകുന്ന തരത്തിലാണ് നമ്മൾ സംസാരിച്ച് ഒരു കോംപ്രമൈസിലൊക്കെ പരസ്പരം ഒരു അഡ്ജസ്റ്റ്മെൻറ്റിലും പരസ്പരം മനസ്സിലാക്കിയും ഒക്കെ ചേർന്ന് വർക്ക് ചെയ്ത് മുന്നോട്ട് പോവുക എന്ന രീതിക്കാണ്. ഏസ് ഓഫ് സോർട്സ് ഉണ്ട്, 3 ഓഫ് സോർട്സും ഉണ്ട്. ഓക്കെ, കുറച്ച് പേർക്ക് ഓക്കെ ഇത് ഐ തിങ്ക് 2 തരമായിട്ട് ഞാൻ ഡിവൈഡ് ചെയ്യുന്നു. കുറച്ച് പേർക്ക് ഇവിടെ എനിക്ക് ഒരു ഓക്കെ നിങ്ങൾക്ക് തന്നെ ആർക്കായാലും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ക്ലാരിറ്റി വരുന്ന പോലെ എനിക്ക് കാണുന്നുണ്ട്. കുറച്ച് ക്ലാരിറ്റി, ട്രൂത്ത്, അതായത് സത്യങ്ങൾ അറിയുക, സത്യങ്ങൾ മനസ്സിലാക്കുക, അല്ലെങ്കിൽ ചില കാര്യങ്ങൾ നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ തുടങ്ങുക. ഒരു കുറച്ചുകൂടി നിങ്ങൾ കോൺഫിഡൻ്റ് ആയിട്ട് ഫീൽ ചെയ്യുക. അത് ഈ സത്യങ്ങൾ അറിയുമ്പോഴൊക്കെ നിങ്ങൾ വളരെ സ്ട്രോങ് ആയിട്ട് നിങ്ങൾ ഫീൽ ചെയ്യുക. അതാണ് ഞാൻ ഇവിടെയും ആക്ച്വലി പറയുന്നത്, നിങ്ങൾ സ്റ്റേബിൾ ആയിട്ട് നിങ്ങൾ ഫീൽ ചെയ്യും. ഓക്കെ, ശരിക്കും ഈ പൗർണമി ഞാൻ കേട്ടത് എന്താണെന്ന് വെച്ചാൽ എന്താ പറയുക, ഒരു കൂടുതൽ ഇമോഷണൽ അല്ല, സ്ട്രോങ് ആയിട്ടുള്ള ഒരു എനർജിയാണ് കൊണ്ടുവരുന്നത്. എന്ന് വെച്ചാൽ നമ്മൾ സ്ട്രോങ് ആവുന്ന തരത്തിലൊരു എനർജിയാണെന്നാണ് ഞാൻ കേട്ടത്. സോ എന്ന് വെച്ചാൽ ഇവിടെ ഒരു ഹാർട്ട് ബ്രേക്കിൻ്റെ കാര്യം കാണുന്നുണ്ട്. എനിക്ക് ഒരു വിഷമത്തിൻ്റെ ഒരു എനർജി ഉണ്ട് ഇവിടെ. പാസ്റ്റിലെ ഒരു ഹാർട്ട് ബ്രേക്കിലായിരിക്കാം. ഓക്കെ, പാസ്റ്റിൽ നടന്ന എന്തെങ്കിലും ഒരു സംഭവം, നിങ്ങളെ വേദനിപ്പിച്ച എന്തെങ്കിലും കാര്യങ്ങളായിരിക്കാം. റിലേഷൻഷിപ്പ് ആവണം നിർബന്ധമൊന്നുമില്ല. ഓക്കെ, റിലേഷൻഷിപ്പ് അല്ല, എന്ത് കാര്യത്തിലായാലും നിങ്ങൾക്ക് വേദന, വിഷമം ഉണ്ടായ എന്തെങ്കിലും ഒരു കാര്യം, അതിൻ്റെ ഒരു എനർജി ഇവിടെ ഉണ്ട്. മേ ബി അതിൽ നിന്ന് നിങ്ങൾ പുറത്തു വരും എന്ന രീതിക്കാണ്. നിങ്ങൾ കുറെ കൂടി കോൺഫിഡൻ്റ് ആയിട്ട് നിങ്ങളുടെ സ്വന്തം കാര്യങ്ങളിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് നിങ്ങളുടെ ലൈഫ് ബിൽഡ് ചെയ്ത് ബോൾഡായിട്ട് കോൺഫിഡൻ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു എനർജിയാണ് ഇവിടെ എനിക്ക് കിട്ടുന്നത്. അഗൈൻ ഇതും നമുക്ക് അതേപോലെയാണ്. സോ നിങ്ങൾ വളരെ സ്ട്രേറ്റ് ഫോർവേഡ് ആയിരിക്കും. ഓക്കെ, അതായത് എനിക്ക് ഇന്നതാണ് വേണ്ടത്, അല്ലെങ്കിൽ ഞാൻ എൻ്റെ ലൈഫിലേക്ക് ഇങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്യട്ടെ, ഇനിയും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ വിട്ടുകളയുന്നു എന്ന മട്ടിൽ എനിക്ക് ഈ ഒരു വേദനകളോ വിഷമങ്ങളോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങളതിനെ പിന്നിൽ ഉപേക്ഷിക്കുന്ന ഒരു എനർജിയാണ് എനിക്ക് കിട്ടുന്നത്. നിങ്ങൾ മുന്നോട്ട് വളരെ ധൈര്യത്തിൽ മുന്നോട്ട് പോകുന്നതായിട്ടാണ് കാണുന്നത്. എൻ്റെ ഇതൊരു വളരെ കോൺഫിഡൻറ്റ് വ്യക്തിയുടെ ഒരു എനർജിയാണ്. ലേഡി ആവണമെന്നില്ല. ഓക്കെ, നിങ്ങൾ ജെൻസ് ആയാലും ഓക്കെ, നിങ്ങൾ പറയുന്നത് വളരെ കോൺഫിഡൻ്റ് ആയിട്ട് നിങ്ങൾ സ്വന്തം കാര്യം നോക്കുക. ഓക്കെ, സ്വന്തം കാര്യം നിങ്ങൾ വളരെ ശരിക്കും നിങ്ങൾ വളരെ മറ്റുള്ളവരൊക്കെ നിങ്ങളെ റെസ്പെക്റ്റ് ചെയ്യും. നിങ്ങൾ എങ്ങനെ ഇത് പിടിച്ചു നിൽക്കുന്നു, നിങ്ങൾ എങ്ങനെയാണ് ഇത് മുന്നോട്ട് പോകുന്നത് എന്നൊക്കെ മറ്റുള്ളവർ നിങ്ങളെ അഡ്മയർ ചെയ്യുക എന്ന് പറയും. ഓക്കെ, ആ ഒരു എനർജിയിലേക്ക് നിങ്ങൾ വരുന്നതായിട്ടാണ് എനിക്ക് കാണുന്നത്. ഇത് കുറച്ച് പേർക്ക് ഇത് ചില റിലേഷൻഷിപ്പിൻ്റെ കാര്യമായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് നിങ്ങൾ പുറത്തു വരുന്ന ഒരു എനർജിയാണ്. നിങ്ങൾ വളരെ സ്ട്രോങ് ആയിട്ട് ഫീൽ ചെയ്യും. ഓക്കെ, അതാണ് ഞാൻ ഇവിടെ നേരത്തെ ആദ്യം പറഞ്ഞിട്ട് തന്നെ നമ്മൾ പറഞ്ഞു സ്റ്റെബിലിറ്റി. സോ നിങ്ങൾ വളരെ നിങ്ങളുടെ ഇമോഷൻസ് ഒക്കെ മാറ്റിവെച്ച്, ഓക്കെ, മനസ്സിലെ വിഷമങ്ങൾ കാര്യങ്ങളെല്ലാം മാറ്റിവെച്ച് നിങ്ങൾ വളരെ സ്ട്രോങ് ആൻഡ് കോൺഫിഡൻ്റ് ആയിട്ട് ഈ ഒരു ഫുൾ മൂൺ സമയത്ത് നിങ്ങൾ മാറാനുള്ള ഇതാണ് കാണുന്നത്. കുറച്ച് പേർക്ക് ഇവിടെ എനിക്കൊരു തേർഡ് പാർട്ടി എനർജി വരുന്നുണ്ട്. റിലേഷൻഷിപ്പ് അല്ല ഞാൻ പറയുന്നത്, എന്നാലും ഓക്കെ 2 കാർഡ് നമുക്ക് ഇവിടെ തേർഡ് പാർട്ടിയുടെ ഒരു ചെറിയ എനർജി ഉണ്ട്. കുറച്ച് പേർക്ക് അതായിരിക്കാം നിങ്ങളുടെ ഒരു വിഷമം. ഓക്കെ, ഗൈഡൻസ് വേറെ ഇല്ലാത്തതുകൊണ്ട് ഇതിൽ നിന്ന് എടുക്കാം. നിങ്ങൾക്കുള്ള ഗൈഡൻസ് ഈ ഒരു അടുത്ത 15 ദിവസത്തേക്ക്. എനിവേ നിങ്ങൾ വളരെ സ്ട്രോങ് ആൻഡ് കോൺഫിഡൻ്റ് ആയിട്ട് വരുന്നതാണ് കാണുന്നത്. നിങ്ങൾക്ക് ഹാർട്ട് ബ്രേക്ക് നിന്ന് പുറത്ത് വരുന്ന ഒരു എനർജിയാണ് എനിക്ക് കാണുന്നത്. നല്ലതാണ് ഈ ഫുൾ മൂൺ, നിങ്ങൾക്ക് നല്ല കാര്യങ്ങളാണ് കൊണ്ടുവരുന്നത്. നിങ്ങൾക്കുള്ള അഡ്വൈസ് ആയിട്ട് പറയാം ഞാൻ ഇതിൽ തന്നെ. നമുക്ക് നോക്കാം, മറയ്ക്കാൻ ഓക്കെ സാരം ചെയ്യാം. സൺ കാർഡ് ഉണ്ട് ഇവിടെ. സൺ, ഗുഡ്. നൈറ്റ് ഓഫ് വാൻഡ്സ്, 7 of swords. അഡ്വൈസ് ആണ് ഞാൻ പറയാൻ പോകുന്നത് കേട്ടോ. 5 cups ആൻഡ് ഓക്കെ. നിങ്ങൾക്ക് ആക്ച്വലി നിങ്ങളുടെ ലൈഫിൽ ചിലത് നിങ്ങൾ പിന്നിൽ ഉപേക്ഷിക്കും എന്ന രീതിക്ക്, അതായത് പിന്നിൽ ഉപേക്ഷിക്കുന്നത് നിങ്ങളുടെ വേദനകളാണ്, നിങ്ങളുടെ വിഷമങ്ങളാണ്, നിങ്ങളുടെ സ്ട്രെസ്സാണ്, സങ്കടങ്ങളാണ്, അല്ലെങ്കിൽ നിങ്ങൾ തനിച്ചാക്കപ്പെട്ടു എന്ന് നിങ്ങൾക്ക് എവിടെയെങ്കിലും തോന്നലുണ്ടാവും. പക്ഷേ അതിൽ നിന്നൊക്കെ നിങ്ങൾ പുറത്തു വരും, അതിൽ നിങ്ങൾ മൂവ് ഓൺ ചെയ്യും. ആ ഒരു വിഷമത്തിൽ നിന്ന് നിങ്ങൾ മൂവ് ഓൺ ചെയ്യും. ഓക്കെ, ഇവിടെ ടവർ മൊമെൻറ്റ് കാണുന്നുണ്ട്. എന്തെങ്കിലും പാസ്റ്റിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു വിഷമം സംഭവിച്ച് കാണാം. മേ ബി നിങ്ങളായിട്ടൊരു തീരുമാനം എടുക്കും, ചിലത് എന്തെങ്കിലുമൊക്കെ ഉറച്ച തീരുമാനങ്ങൾ ചിലപ്പോൾ നിങ്ങളെടുക്കും കോൺഫിഡൻസോടെ. ഓക്കെ, അപ്പോൾ ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് എന്തെങ്കിലും അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ അത് നിങ്ങൾക്ക് നല്ല ഇനാണ് എന്നാണ് പറയുന്നത്. ഓക്കെ, നിങ്ങൾ ആ ഒരു സാഡ്നെസ്സിൽ ഇരിക്കാതിരിക്കാം. ഓക്കെ, നിങ്ങളൊരു വിഷമത്തിൽ നിങ്ങൾ ഇരിക്കാതിരിക്കുക. നിങ്ങൾ ഒരിക്കലും തനിച്ചായി എന്ന് നിങ്ങൾ കരുതരുത്. എപ്പോഴും നിങ്ങൾക്ക് സപ്പോർട്ടിന് ആരെങ്കിലും ഉണ്ടാവും എന്നാണ്. ഇതിലും ഇങ്ങനെ 2 പേരിങ്ങനെ ഒരു തോണിയിൽ പോവുകയാണ്. ഇവിടെ ഒരാൾ അവരെ കൊണ്ടുപോകുന്നുണ്ട് അല്ലേ. സോ സഹായിക്കാൻ ഒരാൾ. ഇവിടെയും ആക്ച്വലി ഇതിൽ പറയുന്ന 2 പേരുണ്ട് ഇവിടെ.
ഓക്കെ, ഇവരെ എങ്ങനെ വീട്ടിൽ നിന്ന് ആരോ പുറത്താക്കി അല്ലെങ്കിൽ ഇവർക്ക് പണമില്ലാതെയായി എന്ന മട്ടിലാണ് ഇവർ നടക്കുന്നത്. പക്ഷേ ഇവിടെ ഒരു വെളിച്ചമുണ്ട്. ഓക്കെ, ഇത് നമ്മുടെ ചർച്ചിൻ്റെ ഒക്കെ ഒരു അതാണ് പറയുക നമ്മൾ. സോ ഇവിടെ നിങ്ങൾക്കൊരു ദൈവമെങ്കിലും നിങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ടാവും എന്നാണ് പറയുന്നത്. ഓക്കെ, ഒരിക്കലും നിങ്ങൾ തനിച്ചാവില്ല എന്നൊരു എനർജി നമുക്ക് കാണിച്ചു തരുന്നുണ്ട് ഇവിടെ യൂണിവേഴ്സ്. നിങ്ങളോട് പറയുന്നത് മൂവ് ഓൺ ചെയ്യാനാണ്. ഓക്കെ, മൂവ് ഓൺ ചെയ്യാനുള്ള ഒരു അഡ്വൈസ് ഉണ്ട് ഇവിടെ. മൂവ് ഓൺ ചെയ്യുക എന്ന് പറയുമ്പോൾ നിങ്ങൾ പാസ്റ്റിനെ പിന്നിൽ ഉപേക്ഷിക്കുക എന്ന് മാത്രം എടുത്താൽ മതി. ഓക്കെ, ഇവിടെ നിങ്ങൾ എപ്പോഴും വിഷമത്തിൽ നിൽക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. നിങ്ങൾ ഐ തിങ്ക് പാസ്റ്റിൽ നിങ്ങൾ എപ്പോഴും നടന്ന സംഭവങ്ങൾ, നിങ്ങൾക്ക് നഷ്ടങ്ങളെക്കുറിച്ച് നിങ്ങൾ ഒരുപാട് ഓർക്കുന്നുണ്ട്. 5-5 ആണ് എനർജി ഇവിടെ. അഗൈൻ ഇത് പറയുന്ന ഒരു മാറ്റത്തിൻ്റെ എനർജിയാണ്. ഓക്കെ, ചേഞ്ചസിൻ്റെ എനർജിയാണ്. നിങ്ങളുടെ ലൈഫിൽ ചേഞ്ചസ് കൊണ്ടുവരാനുള്ള സമയമായി എന്നാണ് പറയുന്നത്. ഓക്കെ, പിന്നിൽ എന്താണോ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടത്, യെസ് അത് ഇഷ്ടം നിങ്ങൾക്ക് വളരെ പ്രിയപ്പെട്ടതായിരുന്നു, ശരി തന്നെയാണ്. പക്ഷേ അത് പിന്നിൽ ഉപേക്ഷിച്ചിട്ട് നിങ്ങൾക്കത് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിനെന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവും. ഓക്കെ, ആ ഒരു റീസൺ ഇല്ലാതെ യൂണിവേഴ്സ് ഒന്നും ചെയ്യില്ല എന്ന് മനസ്സിലാക്കാം. ഓക്കെ, അത് നിങ്ങൾക്കൊരു നല്ലതായിരുന്നില്ലായിരിക്കും. എന്തെങ്കിലും അവിടെ നിങ്ങൾക്കൊരു നിങ്ങളുടെ ലൈഫിലേക്ക് ഓക്കെ നല്ലതല്ലാത്ത എന്തെങ്കിലും ആയിരിക്കും നിങ്ങൾ നഷ്ടപ്പെട്ടു പോയത്. സോ ഒരിക്കലും വിഷമിക്കരുത് എന്ന് യൂണിവേഴ്സ് പ്രത്യേകം പറയുന്നുണ്ട്. പാസ്റ്റിനെ കുറിച്ച് മാത്രം ചിന്തിച്ചുകൊണ്ടിരിക്കാതിരിക്കുക, നഷ്ടങ്ങളെക്കുറിച്ച് മാത്രം ചിന്തിച്ചുകൊണ്ടിരിക്കരുത്. ഓക്കെ, നിങ്ങളോട് പറയുന്ന അഡ്വൈസ് ഇവിടെ ഒന്ന് മൂവ് ഓൺ ചെയ്യാൻ ഞാൻ പറഞ്ഞു. ഓക്കെ, നിങ്ങൾക്ക് എന്തെങ്കിലും നഷ്ടപ്പെട്ടു എന്ന് കരുതണ്ട, നിങ്ങൾക്ക് വേറെ നല്ലതിലേക്ക് മൂവ് ഓൺ ചെയ്യാനുള്ള അവസരം നിങ്ങൾക്ക് വരുന്നുണ്ട് എന്നാണ്. ആൻഡ് സൺ കാർഡ് പറയുന്നത് ഇവിടെ നിങ്ങളോട് ലൈക്ക് എന്താ പറയുക, നിങ്ങൾക്ക് സന്തോഷങ്ങൾ വരാൻ പോകുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, സോ ആ സന്തോഷങ്ങൾ നിങ്ങൾ വളരെ ശരിക്കും നിങ്ങൾ വീണ്ടും ഐ തിങ്ക് ഒരു ഫ്രീ ഇതിലൊരു കുഞ്ഞിൻ്റെ നിങ്ങൾ കാണുമെന്നറിയില്ല, ഞാൻ കുറച്ച് മറക്കും ഇവിടെ. സോ കാണുമെന്നറിയില്ല, ഇവിടെ ഒരു കുഞ്ഞിൻ്റെ ഒരു ഫേസ് ഉണ്ട്. ഒരു കുഞ്ഞിങ്ങനെ ഹോസിൻ്റെ മേലെ ഇരുന്ന് കുതിരയുടെ മേലെ ഇരുന്ന് പോകുന്നതാണ്. സോ വളരെ ഹാപ്പി ആയിട്ടാണ് കുഞ്ഞ് ഫീൽ ചെയ്യുക. സോ അതുപോലെ നിങ്ങൾക്കൊരു സന്തോഷം വരും എന്ന് മാത്രമല്ല നിങ്ങളോട് പറയുന്നത്. അതുപോലെ നിങ്ങൾ മനസ്സ് തുറന്ന് നിങ്ങൾ സന്തോഷിക്കാൻ തുടങ്ങൂ എന്നാണ് പറയുന്നത്. ഓക്കെ, പിന്നിൽ എന്ത് തന്നെ മുമ്പിൽ എന്തൊക്കെ പണ്ട് സംഭവിച്ചിട്ടുണ്ടെങ്കിലും ശരി, എന്തൊക്കെ വേദനകൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും ശരി, നിങ്ങളതിനെല്ലാം മാറ്റിയെടുത്ത് നിങ്ങൾ തന്നെ സ്വയം അവനവനെ, കാരണം നിങ്ങളുടെ കഴിവുണ്ട്, നിങ്ങൾക്ക് ഒരുപാട് കഴിവുള്ള വ്യക്തികളാണ്, നിങ്ങൾക്ക് ഒരുപാട് ടാലൻസ് ഉണ്ട്, നിങ്ങൾ ഒരുപാട് റെസ്പെക്ട് ചെയ്യപ്പെടുന്നുണ്ട്, മറ്റുള്ളവർ നിങ്ങളെ അഡ്മയർ ചെയ്യുന്നുണ്ട്, നിങ്ങൾ അത് തിരിച്ചറിഞ്ഞില്ലെങ്കിൽ പോലും. ഓക്കെ, ഒരുപാട് പേര് നിങ്ങളെ അഡ്മയർ ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ കഴിവുകളെ ആയിരിക്കാം, നിങ്ങളെ കാണാനുള്ളതായിരിക്കാം, പലതും ഉണ്ട്, നിങ്ങൾക്ക് ഒരുപാട് ക്വാളിറ്റീസ് ഉണ്ട്. ഓക്കെ, അത് നിങ്ങൾ തിരിച്ചറിയാം. ആൻഡ് ഇവിടെ നൈറ്റ് ഓഫ് ഫോൺസും പറയുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും ഐഡിയാസ് ഉണ്ടെങ്കിൽ അതിനൊക്കെ ഫോളോ ചെയ്യൂ എന്നാണ് പറയുന്നത്. ഓക്കെ, അതിന് മടിക്കരുത്, ഒരിക്കലും മടിച്ച് നിൽക്കണ്ട, നിങ്ങൾ നിങ്ങളുടെ എന്താണോ വേണ്ടത്. ഓക്കെ, വേണമെങ്കിൽ അതിന് നിങ്ങൾ ആരെങ്കിലും ഹെൽപ്പൊക്കെ എടുക്കുക, അതും ഒരു അഡ്വൈസാണ്. ആൻഡ് ഇവിടെ 7 ഓഫ് സോർട്സ് പറയുന്നത് നിങ്ങൾ ഐ തിങ്ക് ഇവിടെ എന്താ നിങ്ങൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇത്രയും കാലം മേ ബി ഓക്കെ, ബട്ട് ഇനി മുന്നോട്ട് മാറ്റം വരുന്നതാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഇതുവരെ നിങ്ങൾ ചെയ്തത് മേ ബി ഒളിച്ചോടുക എന്ന് പറയാം, അല്ലെങ്കിൽ അവോയ്ഡ് ചെയ്യുക എന്ന് പറയാം. നിങ്ങൾ നിങ്ങളുടെ ഒരു സത്യങ്ങൾ കാണുന്നതിൽ ചിലപ്പോൾ അവോയ്ഡ് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, അതായത് നമ്മളെല്ലാവരും ചെയ്യുന്ന കാര്യം കേട്ടോ, നിങ്ങൾ മാത്രമല്ല ഞാനും. നമ്മൾ സത്യങ്ങൾ നമ്മുടെ മുമ്പ് തന്നെ, ഇവിടെ സോഴ്സ് ഉണ്ടല്ലോ, യെസ് സത്യങ്ങൾ നമ്മുടെ മുമ്പ് തന്നെ ഉണ്ടാവും. ഓക്കെ, പക്ഷെ നമ്മൾ പോട്ടെ, ഇല്ല ചിലപ്പോൾ അങ്ങനെ ആയിരിക്കില്ല എന്ന് വിചാരിച്ച് നമ്മളതിനെ അല്ലെങ്കിൽ നമ്മളായിട്ട് തന്നെ അതിനെങ്ങനെ ഒരു എന്താ പറയുക എക്സ്ക്യൂസ് കൊടുക്കും എന്ന് പറയും. സോ അതായിരിക്കാം. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഓക്കെ, ഇവിടെ വേറൊരു കാര്യം പറയാം, നിങ്ങൾ എന്തെങ്കിലും ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഓക്കെ, അതിനെ ഇനി മാറ്റി വെക്കരുത്. നിങ്ങൾ ചിലപ്പോൾ അങ്ങനെ ചെയ്യുന്നുണ്ടാവാം, അവോയ്ഡ് ചെയ്യുന്നുണ്ടാവാം. നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ ആഗ്രഹമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ അതിനെ മാറ്റി വെക്കുന്നുണ്ടാവും. ഇപ്പോൾ വേണ്ട പിന്നെ ചെയ്യാം എന്ന രീതിക്കൊക്കെ നിങ്ങൾ മാറ്റുന്നുണ്ടാവും. സോ അങ്ങനെ ചെയ്യരുത്. ഓക്കെ, ഗോ ഹെഡ്, നിങ്ങൾ ചെയ്യൂ എന്നാണ് പറയുന്നത്. ഈ ഒരു എനർജി വരരുത് നിങ്ങൾക്ക് എന്നാണ്. ഓക്കെ, പിന്നീട് പിന്നത്തേക്ക് മാറ്റി വെക്കുക, അല്ലെങ്കിൽ അത് അവോയ്ഡ് ചെയ്ത് നടക്കുക. എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ അതിനെ മാറ്റി വെച്ച് ചിലപ്പോൾ പാസ്റ്റിനെ കുറിച്ച് മാത്രം ഓർത്തുകൊണ്ടിരിക്കുക, അങ്ങനെയൊന്നും ചെയ്യാതിരിക്കുക. ഓക്കെ, നിങ്ങൾക്ക് ലൈഫിൽ പലതും അച്ചീവ് ചെയ്യാൻ പറ്റും എന്നൊരു എനർജിയാണ് ഇവിടെ യൂണിവേഴ്സ് തരുന്നത്. നിങ്ങൾക്ക് സ്റ്റെബിലിറ്റി, ഞാൻ ഓൾറെഡി പറഞ്ഞു, സ്റ്റെബിലിറ്റി, സന്തോഷം, പാർട്ട്ണർഷിപ്സിൻ്റെ കാര്യമായിരിക്കും, മാരേജിൻ്റെ കാര്യമാണ്, ലൈഫ് വളരെ സ്റ്റേബിൾ ആവുന്ന കാര്യമാണ്. ഈവൻ കരിയറിൽ ഗ്രോത്ത്, ആക്ച്വലി അത് പറയാൻ വിട്ടുപോയി, കരിയറിൽ ഗ്രോത്ത് എല്ലാം ഉണ്ട്. ഇതും കരിയറിൻ്റെയാണ് ഞാൻ പറഞ്ഞത്. ബിസിനസ് കരിയർ ഒക്കെ ആണെങ്കിൽ അതിലും നിങ്ങൾ നല്ലൊരു ഗ്രോത്ത് നിങ്ങൾക്ക് വരും. പക്ഷേ നിങ്ങൾ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്, അവോയ്ഡ് ചെയ്യാതിരിക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ മുന്നോട്ട് പോകും. ഓക്കെ, പേടിച്ച് മാറി ഒന്നും നിൽക്കണ്ട, പിന്നേക്ക് മാറ്റി വെക്കരുത്, ഇപ്പം തന്നെ ചെയ്യൂ. ഓക്കെ, നഷ്ടപ്പെടുവോ, ഇനി എന്തെങ്കിലും പറ്റുമോ, ഇനി തകർച്ചയാവുമോ എന്നൊന്നും ചിന്തിക്കാതിരിക്കുക. ഞാൻ ഒറ്റപ്പെട്ടു പോകുമോ, അങ്ങനെയൊന്നും നിങ്ങൾ ചിന്തിക്കാതിരിക്കുക. പാസ്റ്റിൽ സംഭവിച്ചത് എന്ത് തന്നെയാലും അതിനെ മനസ്സിൽ നിന്ന് എടുത്ത് മാറ്റുക, ക്ലിയർ ചെയ്യുക. ബി ലൈക്ക് എ ചൈൽഡ്. ഹാപ്പിനെസ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉണ്ട് എന്നാണ് പറയുന്നത്. ആൻഡ് ഇത് വളരെ ഒരു സ്ട്രോങ്, ഈ ഫുൾ മൂൺ നിങ്ങൾക്ക് അങ്ങനെ ഒരു ഇതാണ് കൊണ്ടുവരുന്നത്. മേ ബി ടവർ കണ്ടപ്പോൾ എനിക്ക് എന്തോ പെട്ടെന്ന് തോന്നിപ്പോയി. ഓക്കെ, എന്തെങ്കിലും നിങ്ങളായിട്ട് തന്നെ എന്തെങ്കിലും ചിലപ്പോൾ വേണ്ടാന്ന് വെക്കുക, എന്തെങ്കിലും മാറ്റം വരുത്തേ, നിങ്ങളായിട്ട് തന്നെ ചെയ്യുമോ എന്ന് പെട്ടെന്ന് എനിക്ക് തോന്നിപ്പോയി. മേ ബി അങ്ങനെയാവാം. ഓക്കെ, എന്തായാലും നല്ലത് തന്നെ വരുള്ളൂ. ഓക്കെ, നന്നായിട്ട് പ്രാർത്ഥിക്കുക എല്ലാവരും, നല്ലോണം പ്രാർത്ഥനകളും കാര്യങ്ങളും വയ്ക്കുക. ഫുൾ മൂണിൻ്റെയൊക്കെ റെമഡീസ് വേണമെങ്കിൽ നിങ്ങൾ അപ്പ് ആൻഡ് ഡൗൺ നിങ്ങൾ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ, എനർജി നിങ്ങൾക്ക് ഈ ഒരു സ്റ്റെബിലിറ്റി നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നില്ലെങ്കിൽ റെമഡീസ് ഞാൻ ചിലതിട്ടത് ഒരു പ്ലേലിസ്റ്റിലൊന്ന് നോക്കാം.
ഓക്കെ, അപ്പം ഞാൻ തൽക്കാലം എൻ്റെ ഗൈഡൻസ് മെസ്സേജ് വേറെ ഇല്ല. അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.